CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത കെ രാഗേഷിനെ പുകഴ്ത്തിയുള്ള ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വിവാദമായതിനു പിന്നാലെ വിമർശനങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ തന്നെ മറുപടിയുമായി ദിവ്യ എസ് അയ്യർ. തനിക്ക് ബോധ്യമുള്ളപ്പോൾ സ്നേഹാദരവ് അർപ്പിക്കുക അന്നും ഇന്നും ഒരു പതിവാണ്. അത് പതയല്ല, താൻ നടക്കുന്ന ജീവിത പാതയാണ് എന്നാണ് ദിവ്യയുടെ പോസ്റ്റ്. സോപ്പിടുമ്പോൾ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യുമെന്നായിരുന്നു ദിവ്യയ്ക്കു നേരെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ വിമർശനം. ദിവ്യ എസ് അയ്യർക്കെതിരെയുള്ള വാദങ്ങളും അനുകൂലിച്ചുള്ള പ്രതിവാദങ്ങളും ഒക്കെ കൊഴുക്കുന്നുണ്ട്. ഇതിനിടയിൽ തനിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തി പിന്നാലെ നടന്ന് കുരയ്ക്കുന്നവരോട് പോയി പണി നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് ദിവ്യ എസ് അയ്യർ. ഇതുകൊണ്ടൊന്നും തളരുന്ന ഒരാളല്ല ദിവ്യ എന്ന് ദിവ്യയുടെ പേരിൽ ഇത്രയും ആരോപണങ്ങൾ നടക്കുമ്പോഴുമുള്ള അവരുടെ പൊതുപരിപാടികളിൽ നിന്നും ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാണ്. സാധാരണ അഭിപ്രായം പറയുന്ന സ്ത്രീകളെയൊക്കെ അടച്ചാക്ഷേപിച്ച് അടിച്ച് തകർത്ത് നിലംപരിശാക്കുന്ന അതേ നടപടി ദിവ്യ എന്ന പെൺപുലിക്കു നേരെയും നടക്കുമെന്ന് വിചാരിച്ച കോൺഗ്രസുകാർക്കാണ് തെറ്റിയത്. ന്യായമായ ഒരു അഭിപ്രായം പറഞ്ഞതിനെ വലിച്ചു കീറി പോസ്റ്റ്മോർട്ടം ചെയ്ത് പുറത്തിട്ട് ആക്ഷേപിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ആക്ഷേപിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഭയന്ന് ഒന്നും മിണ്ടാതെ മാളത്തിൽ ഒളിക്കുമെന്ന് കരുതിയവർക്കിട്ട് നല്ല കൊട്ടാണ് ദിവ്യ കൊടുത്തിരിക്കുന്നത്. പറഞ്ഞ അഭിപ്രായത്തിൽ നിന്ന് അണുവിട ചലിക്കുന്നില്ല എന്നുള്ള ഉറച്ച തീരുമാനം തന്നെയാണ് എല്ലാവരോടും ദിവ്യ പങ്കുവച്ചത്. അതിനു പുറമെ തനിക്കെതിരെ ഒരു പരിധിയിൽ കവിഞ്ഞ ആക്ഷേപം പറഞ്ഞവരുടെ കുറിക്കുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതേസമയം ദിവ്യയുടെ ഭർത്താവും മുൻ MLA-യുമായ KS ശബരീനാഥന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കു നേരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത്. മഴ പെയ്തു കഴിഞ്ഞു, മരം പെയ്യുന്നു എന്ന പോലെ ഇറ്റിറ്റു വീഴുന്ന മഴത്തുള്ളികൾ എവിടെയൊക്കെയോ ചിലമ്പുന്നതും പുലമ്പുന്നതും കേൾക്കുന്നുണ്ട്. എന്റെ ഔദ്യോഗിക കുടുംബത്തിലെ അംഗങ്ങൾ വിട്ടുപോകുമ്പോൾ അവരുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ അഭിമാനം തോന്നി എന്ന് എനിക്ക് ബോധ്യമുള്ളപ്പോൾ സ്നേഹാദരവ് അർപ്പിക്കുക അന്നും ഇന്നും എന്റെ ഒരു പതിവാണ്. അത് പതയല്ല, ഞാൻ നടക്കുന്ന എന്റെ ജീവിത പാതയാണ്. അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സമയത്തെ പ്രവർത്തന മികവിന് കെ രാഗേഷിനെ പുകഴ്ത്തിയതിൽ വിമർശനം നേരിടുന്ന സാംസ്കാരിക ഡയറക്ടർ ദിവ്യ എസ് അയ്യർക്ക് പിന്തുണയുമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനും രംഗത്തു വന്നു. ദിവ്യയ്ക്കു നേരെ നടക്കുന്ന സൈബർ ആക്രമണം അപലപനീയമാണെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി. എന്നാൽ ദിവ്യയെ കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നും സർവീസ് ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയതിന്റെ തെറ്റില്ലെന്നുമാണ് KPCC നിലപാട്. കോൺഗ്രസിലെ യുവനേതാവിന്റെ ജീവിത പങ്കാളി ആയതുകൊണ്ട് ദിവ്യയ്ക്ക് അവരുടെ സ്വന്തം അഭിപ്രായം ഉണ്ടാവരുത് എന്ന് ശഠിക്കാനാകില്ലെന്ന് മഹിളാ അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ ഇടപെടൽ നടത്തരുതെന്ന ചട്ടത്തിന്റെ ലംഘനമാണ് ഇതെന്ന് ചൂണ്ടിക്കാട്ടിയെന്ന നിലപാടിലാണ് കോൺഗ്രസ്. KS ശബരീനാഥന്റെ ഭാര്യ എന്ന നിലയിൽ ആ രാഷ്ട്രീയം ദിവ്യ പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നില്ല. അഭിപ്രായം പറയാനും നിലപാടെടുക്കാനും ദിവ്യ എസ് അയ്യർ എന്ന വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ IAS ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റയാളെ പുകഴ്ത്തുന്നത് സർവീസ് ചട്ടത്തിനെതിരാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നതിനെ അധിക്ഷേപമായി കാണേണ്ടതില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു. ഈ പറഞ്ഞ കോൺഗ്രസുകാരൊക്കെ ഇതിനു മുന്നേ പറഞ്ഞ വീഡിയോകൾ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ദിവ്യക്കെതിരെ പറഞ്ഞത് അധിക്ഷേപമാണോ അതോ ആശീർവാദവും അനുമോദനവുമാണോ എന്നൊക്കെ വ്യക്തമായി മനസ്സിലാകും. പറയുന്ന ഭാഷ എന്താണ് എന്ന കാര്യം കോൺഗ്രസുകാർക്ക് ബോധമില്ലെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് കുറച്ചൊക്കെ ബോധവും വിവരവും ഉണ്ടെന്നെങ്കിലും കുറഞ്ഞ പക്ഷം മനസ്സിലാക്കി വെക്കുക.